ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസണിലെ അവസാനത്തെ ഹോമിലെ ലീഗ് മത്സരമാണ് അഗെയിൻസ്റ്റ് ഈസ്റ്റ് ബംഗാൾ നമ്മൾ കളിക്കാൻ പോവുകയാണ്. സോ ഈ ഒരു മത്സരത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്. അതായത് നമുക്ക് ഈ ഒരു മത്സരം വിജയിച്ചുകൊണ്ട് പ്ലേ ഓഫ് ഉറപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞിനി ഒരു പോയിൻറ്റും കൂടി മതി നമ്മൾ കണക്കുകൾ പ്രകാരം നോക്കുമ്പോൾ. സോ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ്. അതും നമ്മുടെ സ്വന്തം കാണികൾക്ക് മുൻപിൽ തന്നെ വിജയിച്ച് അത് നേടിയെടുത്തു കഴിഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയായിരിക്കും. പിന്നെ നമുക്ക് ആ ഒരു വിന്നിങ് മൊമെൻറ്റമൊക്കെ ഇനി ഇപ്പം നമ്മൾ അത്ര നല്ലൊരു രീതിയിലല്ല പോകുന്നത്. ഒരു പ്ലേ ഓഫിന് പോകുന്നൊരു ടീമിൻ്റെ ഒരു മൊമെൻറ്റത്തിലോ വിന്നിങ് മൊമെൻറ്റോ ഒന്നും നമുക്കില്ല. അപ്പം അത് നിലനിർത്തി പോകാൻ ഈ ഒരു മത്സരങ്ങളിലെ ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിലെയൊക്കെ വിജയങ്ങൾ നമുക്ക് അനിവാര്യമാണ്. ഇപ്പം ഇനി നമ്മൾ കളിക്കേണ്ടത് ഈസ്റ്റ് ബംഗാൾ, പിന്നെ അത് കഴിഞ്ഞ് നോർത്ത് ഈസ്റ്റും ഹൈദരാബാദും ഒക്കെയാണ്. അപ്പം അവർക്കൊക്കെ എതിരെ നമുക്ക് വിജയിക്കാവുന്ന മത്സരങ്ങളാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് നമുക്ക് പ്ലേ ഓഫിൽ കൂടി ഗുണം ചെയ്യും. ഇപ്പം ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അവരത്ര നല്ലൊരു പൊസിഷനിലല്ല ഉള്ളത്. അതായത് ഹൈദരാബാദിന് തൊട്ട് മേളിൽ മാത്രമാണ് അവർ 11ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 18 പോയിൻ്റാണുള്ളത്. 3 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. അവർ ഈ ഒരു മത്സരം തോറ്റു കഴിഞ്ഞാൽ ഏതാണ്ട് ഉറപ്പാവും അവർ ഈ സീസണിൽ പ്ലേ ഓഫ് കളിക്കില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് അവരെ കൂടി സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മത്സരമാണ് കൊച്ചിയിൽ ഈ ഒരു മത്സരം വിജയിക്കുക എന്നുള്ളത്. പക്ഷേ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം അവർ അത്ര നല്ല, ഞാൻ പറഞ്ഞല്ലോ, പൊസിഷന് മാത്രമല്ല, അവർ കഴിഞ്ഞ 5 മത്സരങ്ങൾ 4 മത്സരം പരാജയപ്പെട്ടു. കഴിഞ്ഞ 3 മത്സരങ്ങൾ അടുപ്പിച്ച് പരാജയപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈസ്റ്റ് ബംഗാൾ ഉള്ളത്. അതുമാത്രമല്ല, അവർക്കിപ്പം നിലവിൽ കുറച്ച് ഇഞ്ചുറി, ഇപ്പം നന്ദകുമാർ ശേഖർ ഇഞ്ചുറി ആയിട്ട് കളിക്കാനേ പോകുന്നില്ല ഈ സീസണിൽ. അതുപോലെ തന്നെ ഇപ്പം സോൾ ക്രസ്പോയും നുങ്കെ അങ്ങനെയുള്ള താരങ്ങളൊക്കെ ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചില സസ്പെൻഷൻസ് ആണ് പ്രധാനമായിട്ട് നിൽക്കുന്നത്. അതിലിപ്പം മിലോസിൻ്റെ ഒരു യെല്ലോ കാർഡ് കിട്ടിയ സസ്പെൻഷൻ, അതുപോലെ ഡാനിഷ് ഫറൂഖിൻ്റെ ഒരു സസ്പെൻഷൻ ആണ് ഉള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിൻ ഈ ഒരു മത്സരത്തിൽ ഇഞ്ചുറി കാരണം കളിക്കില്ല. ബാക്കി അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള ഒരു മിസ്സൊന്നും ഉണ്ടാകാനുള്ള സാധ്യതകളില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു മത്സരത്തിൽ ഉറപ്പായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് കൺസേൺ ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് സെറ്റ് പീസ് ഡിഫെൻഡിങ് നമുക്കറിയാം നമ്മുടെ വളരെ മോശമാണ്. അതിൽ കാര്യമായിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടത്തണം, അതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം സെറ്റ് പീസിൽ ഈസ്റ്റ് ബംഗാൾ ഒരു അടിപൊളി ടീം തന്നെയാണ്. അതുപോലെ തന്നെ കുറച്ച് ചേഞ്ചസ് ഒക്കെ ഇനി വരാൻ സാധ്യതയുണ്ട്. കാരണം ഇനി നമുക്ക് ബാക്ക് ടു ബാക്ക് മാച്ചസ് ഒക്കെയാണ് വരുന്നത്. സോ നമ്മൾ ഏറെക്കുറെ പ്ലേ ഓഫ് ഒക്കെ ഉറച്ച സ്ഥിതിക്ക് ചിലപ്പം ചില ചേഞ്ചസുകളൊക്കെ ഈ 11സിലൊക്കെ വരുത്തിയേക്കാം. ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ് പറഞ്ഞാണ്. കാരണം എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഒരു 13 ഡേയ്സിലോ മറ്റോ 3 മാച്ചസൊക്കെ കളിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞ് ഉടനെ അടുത്ത പ്ലേ ഓഫ് മത്സരമൊക്കെ വരുന്ന സാഹചര്യത്തിൽ. സോ ഏതായാലും നമുക്കിനി ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് ഒരു 11 നോക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗോൾ കീപ്പർ എന്ന നിലയിൽ ഗില്ല് തന്നെയാണ് കളിക്കുന്നുണ്ടാകുക. അതുപോലെ സെൻട്രൽ ബാക്കിലേക്ക് വരുന്ന സമയത്ത് 2 വിദേശ സെൻട്രൽ ബാക്കുകൾ, പാറ്റ്നിക് ആൻഡ് ഹിജാസി മെഹ എന്നീ താരങ്ങൾ. അതുപോലെ റൈറ്റ് ബാക്കിൽ മുഹമ്മദ് റാക്കിബ്, ലെഫ്റ്റ് ബാക്കിലേക്ക് വരുന്ന സമയത്ത് നിഷു കുമാർ എന്നിവരെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 2 ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് അല്ലെങ്കിൽ ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ സൗവിക് ചക്രവർത്തി ആൻഡ് അജയ് ഛേത്രി എന്നീ താരങ്ങളെയാണ്. അതുപോലെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ വിക്ടർ വാസ്കസ് എന്ന് പറയുന്ന താരത്തെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോൾ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ആ ഒരു പ്ലെയർ ആയിരിക്കും കളിക്കുക. അതുപോലെ ലെഫ്റ്റിൽ മഹേഷും റൈറ്റിൽ വിഷ്ണുവിനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് നന്ദയുടെ ഒരു അഭാവത്തിൽ. ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ക്ലൈറ്റൻ സിൽവയും. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നൊരു സമയത്ത് സെയിം 4-4-2 ഫോർമേഷനിൽ ഗോൾ കീപ്പർ എന്ന നിലയിൽ കരൺജിത്തിനെ തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരു സെൻറ്റർ ബാക്സിൻ്റെ നിലയിലേക്ക് വരുന്നൊരു സമയത്ത് നമുക്ക് മിലോസില്ല, അതുകൊണ്ട് തന്നെ ലെസ്കോ ഹോർമി കോംബോ ആയിരിക്കും. റൈറ്റ് ബാക്കിൽ സന്ദീപ്, ലെഫ്റ്റ് ബാക്കിൽ നവോച്ച. മിഡ്ഫീൽഡിലേക്ക് വരുമ്പം ഈ ഒരു മത്സരത്തിലും ഞാൻ മിക്കവാറും അസർ, വിപിൻ എന്നീ കോമ്പിനേഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ജിക്സൺ തിരിച്ച് വരുമോ എന്നുള്ളത് ഒന്ന് നോക്കി കാണേണ്ടതാണ്. മേ ബി ജിക്സൺ തന്നെ തിരിച്ചെത്തിയേക്കാം, എങ്കിലും ഞാനൊരു എക്സ്പെക്റ്റേഷൻ പറഞ്ഞാണ്. ആൻഡ് ഒരു ലെഫ്റ്റ് വിങ്ങർ റോളിൽ സക്കായും റൈറ്റിൽ സൗരവിനെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ ഫെഡോറും ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ദിമിയമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം കൊച്ചിയിലാണ് മത്സരം. വരാൻ പറ്റുന്നവരൊക്കെ മത്സരം സ്റ്റേഡിയത്തിൽ വന്ന് തന്നെ കണ്ട് നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഒരുപക്ഷെ ഈ സീസണിൽ നമ്മൾ പറയാൻ പറ്റില്ല, നമ്മളിനി മുന്നോട്ട് ആ ഒരു 6ാം സ്ഥാനം 5ാം സ്ഥാനം ഏതാണ്ടൊക്കെ തന്നെ മിക്കവാറും 5ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്യാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപക്ഷെ ആ റൗണ്ട് കടന്നാൽ മാത്രമേ നമുക്കിനി സെമി ഫൈനൽ കിട്ടുള്ളൂ. അങ്ങനെ പ്രതീക്ഷിക്കാം. നമ്മളെല്ലാം പ്രതീക്ഷയിലാണല്ലോ ഈ ഒരു ക്ലബിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. എന്താണെങ്കിലും ലീഗ് സ്റ്റേജിലെ അവസാന മത്സരമാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനും ഉറപ്പായിട്ടും ഈ ഗാലറിയിൽ സപ്പോർട്ട് എന്ന നിലയിലുണ്ടാകും. ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള നമുക്കൊരു ഹാപ്പിനെസ് നൽകുന്ന ഒരു മത്സരം തന്നെയാകും ഈ ഒരു മത്സരം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായും കമ്പോസ് ചെയ്യാൻ പറ്റുക കാണിക്കാനുള്ള സനിയ.